الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞു, അഹ്ലൻ റമദാൻ, റമദാനെ നിനക്ക് സ്വാഗതം. വളരെ ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിച്ചിരുന്ന് റമദാൻ സമാഗതമായപ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞു, മഹ്ലൻ റമദാൻ, നീ പെട്ടെന്ന് പോകരുതേ, കൂടെ തന്നെ ഉണ്ടാകണേ. ഇപ്പോൾ ഇതാ അതിൻ്റെ തിരിച്ചുപോക്കടുത്തിരിക്കുകയാണ്. വിശ്വാസിയുടെ മനസ്സ് പറയുന്നു, വിദാഅൻ റമദാൻ, റമദാനെ നിനക്ക് വിട. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പറയാനുള്ളത്, റമദാനിനെ സ്വീകരിച്ചതിൽ വല്ല അപാകതയും ഉണ്ടായെങ്കിൽ അത് പൊരുത്തപ്പെട്ടു തരണമെന്നാണ്. അള്ളാഹുവേ, തൃപ്തിപ്പെട്ടുകൊണ്ട് റമദാൻ പിരിഞ്ഞു പോകുന്ന വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഗുണകരമായി സാക്ഷി പറയുന്ന റമദാനായി ഈ റമദാനിനെ നീ മാറ്റണമേ. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരുവിധ പരാതിയും പറയാതെ, ഞങ്ങൾക്ക് എതിരായി സാക്ഷി പറയാതെ, ഞങ്ങൾക്ക് അനുകൂലമാകുന്നൊരു സാഹചര്യം ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നീ ഉണ്ടാക്കി തരണമേ. ഒരുപാട് ആളുകളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഈ റമദാൻ മാസത്തിൽ. കൂട്ടത്തില് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ദുആ വസിയ്യത്ത് ചെയ്തവരെയുമെല്ലാം അല്ലാഹുവേ നീ ഉൾപ്പെടുത്തി തരണമേ. പ്രാർത്ഥിക്കാൻ തന്നെയുള്ളതാണ് ഇനി ബാക്കിയുള്ള ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാം. 2 പകലും 2 രാത്രിയുമാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്നത്. കൂട്ടുകാരായ 2 സഹാബാക്കൾ, അവരിൽ ഒരാൾ മരണപ്പെട്ടു പോയി, ഷഹീദായിട്ടാണ് അള്ളാഹുവിങ്കലേക്ക് പോയത്. മറ്റൊരാൾ 1 വർഷം കഴിഞ്ഞ് സ്വാഭാവിക മരണമാണ്. അവരുടെ 3ാമത്തെ കൂട്ടുകാരൻ ഇരുവരെയും സ്വപ്നം കണ്ടു. ആദ്യം സ്വർഗത്തിലേക്ക് പോയത് 1 വർഷം കഴിഞ്ഞിട്ട് മരിച്ച സഹാബിയാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നം അങ്ങനെയായിരുന്നു. ആശ്ചര്യപ്പെട്ടു. റസൂലിനോട് പോയി ചോദിച്ചു. അന്നവർ പരസ്പരം ഇതുപോലെ നല്ല സ്വപ്നങ്ങൾ കാണുമ്പോൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു.
റസൂലും പറയുമായിരുന്നു. റസൂൽ ചോദിച്ചു, താങ്കൾക്ക് എന്തിനാണ് ആശ്ചര്യം? ഒരു വർഷം കൂടി ജീവിച്ചില്ലേ? ഒരു വർഷം ജീവിക്കുമ്പോൾ ഒരു റമദാൻ കിട്ടില്ലേ? ഒരു റമദാൻ കിട്ടുക എന്നത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചത്. അത് ഭാഗ്യമായി തന്നെ വരണം. അതിന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ശേഷിക്കുന്ന മണിക്കൂറുകളിൽ നല്ലോണം പണിയെടുക്കുകയും വേണം. എത്രയോ ആഗ്രഹിച്ചിട്ട് വന്ന അതിഥിയാണ് വിശുദ്ധ റമദാൻ. നമ്മുടെ ആയുസ്സിലെ ബർക്കത്താണ് റമദാൻ. ഒരുപാട് കാലം ഇവിടെ ജീവിച്ച പ്രതീതി നൽകുന്ന ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ആദരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ആയുഷ്കാലത്തിലെ വലിയ ബർക്കത്താണ് വിശുദ്ധ റമദാൻ. ഈ റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പലതും തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. തറാവീഹിന്റെ സന്തോഷവുമായിട്ടാണ് റമദാൻ പോകുന്നത്. മനസ്സിന്റെ തെളിച്ചയും ഭക്തിയും പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുമായിട്ടാണ് റമദാൻ തിരിച്ചു പോകുന്നത്. നോമ്പ് തുറയുടെ മഗ്ഫിറത്തും അത്തായത്തിന്റെ ബറക്കത്തുമായിട്ടാണ് റമദാൻ പോകുന്നത്. ഇതെല്ലാം വിചാരിക്കുമ്പോൾ കരയാതെ എങ്ങനെ റമദാനിനെ നമുക്ക് യാത്ര അയക്കാൻ കഴിയും? ആകെയുള്ളൊരു സമാധാനം, റമദാൻ പോയാലും അതിനെ ഓർമ്മിക്കാനുള്ള ചില നോമ്പുകൾ നമുക്ക് ബാക്കിയുണ്ട്. പരിശുദ്ധമായ പള്ളി അടച്ചിടുന്നില്ല, തൗബയുടെ വാതിലും അടച്ചിട്ടിട്ടില്ല. റമദാനിൽ ഈ ഉമ്മത്തിന് ഇറങ്ങിയ ഖുർആൻ സമ്മാനമായി നമുക്ക് നൽകിക്കൊണ്ടാണ് റമദാൻ തിരിച്ചു പോകുന്നത്. ഇതെല്ലാം ഒന്നിച്ചനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ റമദാനുമായി പിരിയേണ്ടത്. അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ ഇത്രയും വലിയ മുതൽക്കൂട്ടായ ഒരു റമദാൻ അതിതാ വന്നിരിക്കുന്നു, അതാ പോയിരിക്കുന്നു എന്ന ലാഘവത്തോടു കൂടി വിശ്വാസികൾ റമദാനിനെ കാണരുത്. അതിന്റെ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും ആ രൂപത്തിൽ തന്നെ റമദാനിനെ യാത്ര അയക്കുകയും ചെയ്യുമ്പോഴാണ് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന പരിവർത്തനം കൊണ്ട് നമ്മൾ വിജയിക്കുക. മഹത്തായ റമദാൻ, ആ റമദാനിനോട് ഇന്ന് പല പള്ളി മിമ്പറുകളിൽ വെച്ചും പറയാണ്, അസ്സലാമു അലൈക യാ ശഹറ റമദാൻ. റമദാനെ നിനക്ക് വിട എന്ന് വിളിച്ചു പറയപ്പെടുകയാണ്. മഗ്ഫിറത്തിന്റെ മാസമാണ്, തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നതിന്റെ മാസം, നരകമോചനത്തിന്റെ മാസം, നോമ്പ് തുറയുടെ മാസം, ലൈലത്തുൽ ഖദ്റിന്റെ മാസം, അള്ളാഹു പ്രത്യേകമായി ഭൂവാസികളെ പരിഗണിച്ച മാസം, ഭൂവാസികൾക്ക് ഖുർആൻ നൽകാനായി അള്ളാഹു തെരഞ്ഞെടുത്ത മാസം, എല്ലാ പ്രത്യേകതകളുമുള്ള റമദാൻ പിരിഞ്ഞു പോവുകയാണ്. പക്ഷെ ഈ റമദാൻ പിരിഞ്ഞു പോകുമ്പോ നമ്മൾ ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. നമ്മെ ഒരുപാട് പഠിപ്പിച്ചിട്ടാണ് റമദാൻ പോകുന്നത്. ഒരു നിയന്ത്രണത്തോടു കൂടി ജീവിക്കാൻ റമദാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാവിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കാൻ റമദാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ചടക്ക ബോധമുണ്ടാക്കിയിട്ടുണ്ട്. ആ അച്ചടക്കത്തിലുള്ള ജീവിതം കൊണ്ടാണ് നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുക. പക്ഷേ റമദാൻ കൊണ്ടുവന്നതൊക്കെ മടക്കി കെട്ടി റമദാൻ പോകാതിരിക്കുകയില്ല. കെട്ടാക്കുന്നതിൽ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമുണ്ട്, നമ്മുടെ പാരത്രിക വിജയത്തിന് ആവശ്യമായ സകലതുമുണ്ട്. എല്ലാം മടക്കി കെട്ടി റമദാൻ പോകാൻ നോക്കുകയാണ്. ആ സമയത്ത് അവസാനമായി നമുക്ക് കിട്ടുന്ന നിമിഷങ്ങൾ അത് ഫലപ്പെട്ടതാണ്. സങ്കടത്തോടുകൂടി ഇതുവരെ പരിഗണനക്ക് വല്ല കുറവും വന്നു പോയെങ്കിൽ, വല്ല പോരായ്മയും ഈ അതിഥിയെ സ്വീകരിക്കുന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയെങ്കിൽ
തൗബ ചെയ്യാനുള്ള അവസരമാണ്, പാശ്ചാത്തപിക്കാനുള്ള അവസരമാണ്. അതുകൂടിയാണ് അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഫലം കായ്പിക്കുന്ന വളവുമായിട്ടാണ് റമദാൻ പിരിഞ്ഞു പോകുന്നത്. ഇനിയുള്ളത് നമ്മുടെ തടി മാത്രമാണ്. ഇവിടെ ആഖിറത്തിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണല്ലോ ഈ ഐഹിക ജീവിതത്തിന്റെ ഫലം. അത് പൂർണ്ണമായി കായ്പിക്കുന്ന എല്ലാവിധ അനുകൂലനങ്ങളുമായി റമദാൻ വന്നു, നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ സമ്മാനിച്ചു. യാത്ര പറയാതെ പറ്റില്ലല്ലോ. എല്ലാ ഒരുമിച്ച് കൂടലുകൾക്കും വേർപാടുണ്ട്, എല്ലാ വ്യക്തികൾക്കും മരണമുണ്ട്, എല്ലാറ്റിനും ഒരു പിരിഞ്ഞു പോക്കുണ്ട്. അങ്ങനെ എല്ലാ ഒരുമിച്ച് കൂടലുകളും പിരിയുന്ന കൂട്ടത്തിൽ റമദാനുമായി കൂടിയപ്പോ അതും പിരിഞ്ഞു പോവുകയാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്, ഈ റമദാൻ നമ്മെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം നമ്മൾ നോമ്പെടുത്തത് അള്ളാഹു പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അള്ളാഹു പ്രതിഫലം തരുമെന്ന വിശ്വാസം കൊണ്ട് മാത്രമാണ് നോമ്പെടുത്തത്. ഈമാനും ഇഹ്തിസാബും തന്നെയാണ്. അതിന് തന്നെയാണ് നമ്മൾ പള്ളിയിൽ വന്നത്, നമസ്കരിച്ചത്. അള്ളാഹു സ്വീകരിക്കുമെന്ന അതിയായ പ്രതീക്ഷ നമുക്കുണ്ട്. ആയുസ് ബാക്കിയുണ്ടാകുമെന്നും ഇനിയും റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുവദിക്കുമെന്നുമുള്ള പ്രതീക്ഷ നമുക്കുണ്ട്, പ്രാർത്ഥന നമുക്കുണ്ട്. അങ്ങനെയാണ് ഈ റമദാനുമായി നമ്മൾ പിരിയാൻ പോകുന്നത്. അങ്ങനെ റമദാനിലൂടെ അള്ളാഹുവിന് നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. ഇല്ല റമദാൻ, ഞങ്ങൾ പള്ളികളെ കരയിപ്പിക്കുകയില്ല. നീ ഉള്ളപ്പോൾ ഞങ്ങൾ എത്രമാത്രം പള്ളികളെ സജീവമാക്കിയിരുന്നുവോ അതുപോലെ ഞങ്ങൾ വീണ്ടും പള്ളി സജീവമാക്കുന്നതാണ്. അതുപോലെ ഈ റമദാനിൽ തോറ്റവരും ജയിച്ചവരുമുണ്ട് എന്ന് നമുക്കറിയാം. ഖദ് അഫ്ലഹ മൻ സക്കഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ വിജയിച്ചു, അതിനെ വികലമാക്കിയവൻ പരാജയപ്പെട്ടു. ഈ തത്വം വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ കൂട്ടത്തിൽ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കി രക്ഷപ്പെട്ട കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അതിന് ഈ റമദാൻ വിതരണം ചെയ്ത തഖ്വയിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി എന്നതാണ് വിഷയം. നമുക്ക് റമദാൻ വിതരണം ചെയ്ത തഖ്വ, അതിൽ ആർജിക്കേണ്ട തഖ്വ ലഅല്ലക്കും തത്തഖൂൻ, അതിനാണല്ലോ നോമ്പെടുക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല, നമ്മൾ എത്രയാണ് പെറുക്കിയെടുത്തത്. ആ തഖ്വ പ്രാവർത്തികമാക്കുമെന്ന് അള്ളാഹുവിന് വാക്ക് കൊടുത്തുകൊണ്ടാണ് ഈ റമദാനിന്റെ പരിവർത്തനത്തെ നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ടത്. കിട്ടിയ തോതനുസരിച്ച് നമ്മൾ ഓരോരുത്തരും മെച്ചപ്പെട്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ വേർപാട് നടക്കുന്ന സമയത്ത്, റമദാനിനെ സ്വീകരിക്കുന്ന സമയത്തുണ്ടായ പ്രയാസങ്ങളൊന്നും നമുക്ക് പ്രയാസമായി തോന്നുന്നില്ല. ചൂട് കൂടുതലുള്ള സമയമാണ്, നോമ്പെടുക്കാൻ സ്വാഭാവികമായി പ്രയാസമാണ്. പക്ഷെ തോന്നുന്നില്ല, കാരണം അതിലൂടെ ലഭിക്കാൻ പോകുന്ന പ്രതിഫലത്തിന്റെ അളവ്, അതേക്കുറിച്ച് ആലോചിക്കുമ്പോ സ്വർഗത്തിലെത്തിയിട്ട് എവിടെ വേണമെങ്കിലും താമസിച്ചോ എന്ന് റബ്ബ് പറയുന്ന ആ സുന്ദരമായ പ്രതിഫലത്തിന്റെ അളവ് ഓർമ്മിക്കുന്ന സമയത്ത് ഇല്ല. ഇതൊന്നും യാതൊരു പ്രയാസവുമല്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മനുഷ്യൻ ആനന്ദമുണ്ടാകാറുണ്ട്. നൈമിഷികമാണ് ആനന്ദം. ആ ആനന്ദത്തിന് ശേഷം വലിയ ശിക്ഷയാണ് വരാനുള്ളത്. എന്നാൽ ത്വഅത്തുകൾ, അള്ളാഹുവിനുള്ള വഴിപാടുകൾ, എന്തേത് പ്രയാസമുണ്ടെങ്കിലും സന്തോഷമാണ്. കാരണം വലിയ പ്രതിഫലമാണ് അതിന്റെ പിന്നിലൂടെ വരാനിരിക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ച് അനുഭവപ്പെടുന്ന ഒരു മാനസികാവസ്ഥയോടുകൂടിയാണ് റമദാനിന്റെ സായും സന്ധ്യയിൽ നമ്മളെല്ലാവരും ഉള്ളത്. നമുക്ക് അള്ളാഹുവിന് വാക്ക് കൊടുക്കാം. ഇല്ല, ഈ റമദാനിൽ നമ്മൾ ആർജിച്ച തഖ്വ കൈവിട്ട് കളയുകയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ
വളരെ ഭദ്രമായി കയറ് പിരിച്ചുണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഈയകൾ മുഴുവനും പിരിയയച്ചു കളയുന്ന, ഉടച്ചു കളയുന്ന സ്ത്രീയെ പോലെ നിങ്ങൾ ആയിപ്പോകരുതേ എന്ന് അള്ളാഹുവിന് നമുക്ക് വാക്ക് കൊടുക്കാം. ഇല്ല, ഞങ്ങൾ അങ്ങനെ ആകില്ല. 11 മാസക്കാലം റമദാനിൽ കിട്ടിയ തഖ്വയുമായിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ചോളാം. എന്തിനാണ് എന്നെ കെട്ടിയിട്ടതെന്നറിയാത്ത മൃഗത്തെ പോലെ ഞങ്ങൾ ആവുകയില്ല. റമദാനിലൂടെ ഞങ്ങൾ ആർജിച്ച നിയന്ത്രണം ഒരു മൂക്കുകയറായി ഉപയോഗിച്ചിട്ട് 11 മാസം ഞങ്ങൾ ജീവിച്ചോളാം. ഞങ്ങൾ അനിയന്ത്രീയമായി എങ്ങോട്ടും പോകില്ല. നമസ്കാരം ആക്കില്ല. അല്ലാഹ് നിന്നെ വിട്ടു പോകില്ല എന്ന് ഈ റമദാൻ പിരിയുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിന് വാക്ക് കൊടുക്കാം. അതൊക്കെയാണ് തൗബ. അതെല്ലാമാണ് തൗബ. മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയലാണ് തൗബ. അങ്ങനെയൊക്കെ ആകുമ്പോ ഈ റമദാൻ കൊണ്ട് വിജയിച്ച ആളുകളുടെ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടും. റയ്യാൻ കവാടം തുറന്നു വെച്ച് നിങ്ങൾ കയറിക്കോ എന്ന് പറയുന്ന ആ വിശ്വാസികളുടെ കൂട്ടത്തില് നമ്മളും അകപ്പെടും. നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തില് നമ്മളും ഉൾപ്പെടും. അങ്ങനെ ഉൾപ്പെടണം. അതിനു വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. വേണ്ടതുപോലെ ഒരുപക്ഷെ എല്ലാവരും റമദാനിനെ സ്വീകരിച്ചു കാണില്ല. അതിനുള്ള അവസരമാണ് ഇനി ശേഷിക്കുന്ന സമയം. അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നിങ്ങൾ തൗബ ചെയ്യുക. നസൂഹായ തൗബ, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ തൗബ. ആ പശ്ചാത്താപത്തിലൂടെ നിങ്ങൾ മടങ്ങുകയാണെങ്കിൽ അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതാണ്. കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത യാത്രയിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. നാം യാത്ര ചെയ്യുന്നത് സ്വർഗത്തിലേക്കാണ്, അള്ളാഹുവിങ്കലേക്കാണ്. അതാണ് ജീവിതയാത്ര. ആ യാത്രയുടെ വഴി മധ്യേ ഉണ്ടാകുന്ന അപകടങ്ങളാണ് തെറ്റുകുറ്റങ്ങൾ. ആ അപകടങ്ങൾ ഉണ്ടായാൽ അതിന് എമർജൻസി ഡോറ് വേണം, പെട്ടെന്ന് രക്ഷപ്പെടാൻ. വാഹനങ്ങളിൽ കാണാറില്ലേ, ആ എമർജൻസി ഡോറാണ് തൗബ. തെറ്റ് ചെയ്തു പോയോ ആത്മാവ് അപകടത്തിലാകും. അപ്പോൾ രക്ഷപ്പെടണം. തൗബയുടെ ഡോറ് തുറക്കണം. തൗബയുടെ വാതില് തുറന്ന് നമ്മുടെ ആത്മാവിനെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര നിഷ്ഫലമായി പോകും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. എന്തുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കാൻ? അതാലോചിക്കാനുള്ള സമയമാണിത്. നമുക്ക് നരകമോചനം ലഭിക്കണം. അള്ളാഹുവിങ്കൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ മുൻഗാമികൾ പലരും കൊണ്ടുപോയി പലതും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ, ഇത് ഞാൻ ചെയ്തതാണ്, ഇതെന്റെ ആഖിറത്തിന് വേണ്ടി നിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് പലതും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ നമുക്കും ഉണ്ടാകണം ഖനമുള്ള പലതും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവെക്കാൻ. അതിൽ നല്ല തൗബ വേണം, നല്ല നമസ്കാരം വേണം, നല്ല നോമ്പ് വേണം, നല്ല പ്രാർത്ഥന വേണം, നല്ല പരസഹായം വേണം, ആരും അറിയാത്ത സദക്ക വേണം, ആരും അറിയാത്ത ഒരുപാട് ഇബാദത്തുകൾ വേണം, അർദ്ധരാത്രിയിലുള്ള പൊട്ടിക്കരച്ചിലുകൾ വേണം. നമ്മുടെ ശരീരവും നമ്മുടെ കണ്ണും കരങ്ങളും എല്ലാം പങ്കെടുത്ത തൗബ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ അള്ളാന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടാം. ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതാണെന്ന് അള്ളാഹുവിനോട് പറയാൻ മാത്രം ഉണ്ടാകണം. അതിനുള്ളതാണ് ബാക്കിയുള്ള ചുരുങ്ങിയ മണിക്കൂറുകൾ. റമദാനിനോട് ആത്മാർത്ഥമായി വിട പറയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അവൻ സ്വീകരിച്ച നോമ്പുകാരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും
وعن جميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله. أوصيكم عباد الله وإياي بتقوى الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ല അപാകതകളും നോമ്പിന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ശുദ്ധീകരണം എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. നിർബന്ധമാണത്. അത് നമ്മുടെ മഹല്ലിൽ സംഘടിതമായാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇന്നുകൂടിയാണ് അതിന്റെ പൈസ ആളുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ സ്വീകരിക്കുകയുള്ളൂ എന്നറിയിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പല പരിപാടികളും നടത്താനുണ്ട്. നമ്മൾ ഓരോ ദിവസവും നോമ്പ് തുറക്കുന്നത് അടുത്ത ദിവസത്തെ നോമ്പിലേക്ക് പോകാനാണ്. മഗ്‌രിബായതിനു ശേഷമാണ് ഭക്ഷണം കഴിച്ച് ഓരോ ദിവസത്തെയും നോമ്പ് തുറക്കുന്നത്. എന്നാൽ ഒരു മാസത്തെ നോമ്പിന്റെ ഒന്നായിട്ടുള്ള ഒരു തുറയുണ്ട്. ആ തുറയാണ് അവസാന നോമ്പ് അവസാനിക്കുന്ന ഉറൂബാകുന്ന ദിവസം നമ്മൾ തുറക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ദിവസത്തിന് ഈദുൽ ഫിത്തർ, ഫിത്തറിന്റെ ദിവസം, ഒരു മാസത്തെ നോമ്പ് ഒന്നിച്ച് തുറക്കുന്ന, റമദാൻ അവസാനിക്കുന്ന സന്തോഷകരമായ പെരുന്നാൾ അഥവാ ആ നോമ്പിന്റെ കൂലി അല്ലാഹു ഭൂവാസികൾക്ക് വിതരണം ചെയ്യുന്ന ആ സന്തോഷമുള്ള പെരുന്നാൾ സുദിനം. അത് നമ്മൾ സ്വീകരിക്കുന്നത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാകണം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഈദ്ഗാഹിൽ മുസല്ലയിൽ വന്നിരുന്നതിന് ശേഷം ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ കൂട്ടമായി ചൊല്ലാനുള്ള ഈദ്ഗാഹിലെ എന്തോ ഒരു പ്രത്യേക സുന്നത്താണോ എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ദിക്ർ ജമായി അങ്ങനെ കൂട്ടമായി ചൊല്ലുന്നത് അത് സുന്നത്തിന് വിരുദ്ധമാണോ എന്ന് പോലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത് നമ്മളെല്ലാവരും നമുക്ക് ലഭിച്ച ഈ റമദാൻ മാസം അവസാനിക്കുമ്പോ ഒന്നിച്ച് ആയാലും തനിച്ചായാലും വീട്ടിലായാലും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് ഈ ഹിദായത്ത് നൽകിയ അല്ലാഹുവിനെ നിങ്ങൾ തക്ബീർ ചൊല്ലാനുമാണ് എന്ന് അല്ലാഹു തആല നോമ്പുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. അതുപോലെ ഈദ്ഗാഹിലേക്ക് വരുമ്പോ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി പ്രത്യേകമായ കുളി സുന്നത്താണ്, നല്ല വസ്ത്രം ധരിക്കല് സുന്നത്താണ്, സുഗന്ധം ഉപയോഗിക്കല് സുന്നത്താണ്, കുടുംബസമേതം വരലാണ് സുന്നത്ത്. വീട്ടിലാരും അവശേഷിക്കരുത്, എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരണം. നമുക്ക് പഴയ കാലത്തൊരു പെരുന്നാൾ ഉണ്ടായിരുന്നു. പുരുഷന്മാര് മാത്രം പള്ളിയിലേക്ക് വരും, ഈദ്ഗാഹിലേക്ക് വരും, സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കും. ഇന്നും ആ രൂപത്തിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ഭൂരിഭാഗം സമുദായം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലുണ്ട്. സ്ത്രീകൾക്ക് പെരുന്നാളില്ല. അവർ ഭക്ഷണം ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട പുരുഷന്മാർ ഈദ്ഗാഹ് പള്ളിയിൽ നിന്ന് വരുമ്പോ അവരെ തീറ്റിപ്പോറ്റാനുള്ള ഒരു വിഭാഗമായി വീട്ടിലിരിക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് പെരുന്നാളൊന്നുമില്ല, പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എല്ലാവരെയും കൂട്ടി വരാനാണ്. എത്രത്തോളം ഉമ്മു അത്തിയ്യയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. കന്യകകളെ വരെ റസൂലുള്ളാഹി ക്ഷണിക്കുകയാണ്. ആർത്തവകാരികളെ വരെ ഈദ്ഗാഹിലേക്ക് ക്ഷണിച്ചു റസൂൽ. അവരോട് പറഞ്ഞു, നമസ്കാര സമയത്ത് വിട്ടുനിന്നാൽ പോരെ,
അല്ലാത്ത സംഗതികളിലൊക്കെ നിങ്ങൾക്കും പങ്കെടുക്കാമല്ലോ. ഖുതുബ കേൾക്കാം, പ്രാർത്ഥനയിൽ പങ്കെടുക്കാം, ദിക്ർ ചൊല്ലാം. എല്ലാറ്റിലും ഉപരി ആ പെരുന്നാളിന്റെ സന്തോഷം പരസ്പരം കൈമാറിക്കൂടെ? സഹാബാക്കൾ പരസ്പരം പറയാറുണ്ടായിരുന്നു, ഈദിന് തഖബ്ബലല്ലാഹു മിൻക എന്ന് പറഞ്ഞ് സ്വീകരിക്കട്ടെ അല്ലാഹു. ഒരു മാസത്തെ പരിശ്രമമാണല്ലോ, ഒരു മാസത്തെ നോമ്പുണ്ടല്ലോ, തറാവീഹ് ഉണ്ടല്ലോ, സുന്ദരമായ ഒരു റമദാൻ ഉണ്ടല്ലോ. അതൊക്കെ കഴിവിന്റെ പരമാവധി സ്വീകരിച്ചിട്ടുമുണ്ട്, പരിഗണിച്ചിട്ടുമുണ്ട്. ഇനി പ്രതീക്ഷ അള്ളാഹുവിന്റെ സ്വീകരണത്തിലാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന പരസ്പരം നടത്തിയിട്ട് സന്തോഷിക്കാൻ, അതിനാണ് അള്ളാഹു തആല നമുക്ക് പെരുന്നാൾ നൽകിയിരിക്കുന്നത്. അള്ളാഹുവിനോട് നമ്മൾ അകമഴിഞ്ഞ് പ്രാർത്ഥന നടത്തേണ്ട സമയമാണിത്. അള്ളാഹു വലിയ പരീക്ഷണങ്ങൾക്ക് ഫലസ്തീനികളെ വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതവർക്ക് മാത്രമുള്ള പരീക്ഷയല്ല. ലോക മുസ്ലിമീങ്ങളുടെ നിലപാടറിയണം, അവരുടെ വേദന അറിയണം. മുസ്ലിം സമൂഹത്തിന് പരസ്പരം എത്ര കൂറുണ്ട് എന്നറിയണം. നമ്മൾ സുഖ സൗകര്യത്തോടുകൂടെ നോമ്പെടുത്ത് ഇവിടെ ഇരിക്കുന്നു സമാധാനത്തിൽ. ഇന്ന് അവിടെയും ജുമഅയുണ്ട്, അവർക്കും വെള്ളിയാഴ്ചയാണ്, അവർക്കും നോമ്പ് തുറയുണ്ട്. നമ്മൾ ആലോചിക്കും, അങ്ങാടിയിൽ പോകും, വീട്ടിൽ ചർച്ച ചെയ്യും, എന്ത് വേണമെങ്കിലും വാങ്ങാൻ കാശുണ്ട്, അതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മെപ്പോലെ ഒരു പറ്റം മുസ്ലിമീങ്ങൾ ബോംബിന്റെ ഒച്ച കേട്ട്, മിസൈലിന്റെ ഒച്ച കേട്ട്, ദാഹത്തേക്കാൾ വിശപ്പിനേക്കാൾ വലിയ പ്രയാസവുമായി കഴിഞ്ഞുകൂടുകയാണ്. ഈ കാട്ടാളന്മാരെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആർക്കും അറിയാത്ത വിധം ശത്രു രാജ്യങ്ങളുടെ നേരെ മുസ്ലിങ്ങളുടെ വിശ്വാസികളുടെ മനസ്സുറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്നും ലോക പോലീസായി നീതിമാന്മാരാണെന്ന് ചമഞ്ഞ് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. നമ്മെ പരീക്ഷിക്കാൻ, അവരെ പരീക്ഷിക്കാൻ നമുക്ക് അള്ളാഹുവിനോട് നോമ്പ് നോറ്റിട്ട് റമദാൻ വിട പറയുന്ന ഈ പ്രത്യേക സമയത്ത് ആത്മാർത്ഥമായി ചോദിക്കാം, അള്ളാഹുവേ ഫലസ്തീനികളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഒരുപാട് കുരുന്ന് മനസ്സുകൾ, കുരുന്ന് ശരീരങ്ങൾ മുറിവേറ്റ് വേദനിച്ച് പുളയുകയാണ്. അവരുടെ ക്രൂരമായ അക്രമങ്ങൾക്ക് അവരെ വിധേയരാക്കിയവർ സമാധാനത്തോടുകൂടി കഴിയുകയാണ്. അവർ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി ലോകത്ത് ചമയുകയാണ്. അല്ലാഹുവേ, ഈ സുന്ദരമായ റമദാനിൽ, പരിശുദ്ധമായ റമദാനിൽ, വാനലോകത്ത് നിന്ന് നിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന റമദാനിൽ പ്രത്യേകമായി ഫലസ്തീനികളെ നീ സഹായിക്കണേ റഹ്മാനെ. ക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അവർക്ക് താമസിക്കാൻ അവരുടെ ജന്മനാട് വിട്ടുകൊടുക്കണേ റഹ്മാനെ. അതിനുള്ള ഏർപ്പാട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാകണേ അല്ലാ. ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ നാഥ. നോമ്പിലുള്ള അപാകതകളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നിന്നിലാണ് പ്രതീക്ഷ, നിന്റെ കാരുണ്യത്തിലാണ് പ്രതീക്ഷ. നിന്നിൽ നിന്ന് ഓടി ഒളിക്കാനുള്ളത് നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ. നിന്നിൽ നിന്ന് അഭയം പ്രാപിക്കാൻ നിന്നിലേക്കല്ലാതെ ഞങ്ങൾക്ക് മാർഗമില്ല. അതുകൊണ്ട് ഞങ്ങളിതാ നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു, നിന്റെ കാരുണ്യത്തിന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി നോമ്പെടുത്ത് നിന്റെ പള്ളിയിലിരുന്ന് നിന്നോട് ചോദിക്കുന്നു, നാഥ, ഞങ്ങൾ ഇവിടെ വെച്ച് പിരിഞ്ഞു പോകും. പള്ളിയിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോ ദീർഘമായ ഞങ്ങളുടെ ആയുഷ്കാലത്ത് സംഭവിച്ചു പോയ എല്ലാവിധ അപാകതകളും, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. ഒന്നും ബാക്കി വെക്കരുതേ റഹ്മാനെ. എല്ലാം പുറത്തു തരണേ റഹ്മാനെ. നിന്റെ വിട്ടുവീഴ്ച ഞങ്ങളുടെ നേരെ ഉണ്ടാകണേ റഹ്മാനെ.
അള്ളാഹുവേ, പല കാര്യങ്ങൾക്ക് വേണ്ടിയും കടം വാങ്ങി കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, കടബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, നീ തന്നെ വീട്ടിൽ തരണേ അല്ലാ. ദുനിയാവിന്റെ ഉടമ നീയാണ്, ആഖിറത്തിന്റെ ഉടമയും നീയാണ്. നിനക്ക് അനായാസമാണ് റഹ്മാനെ. എല്ലാവിധ കടങ്ങളും വീട്ടിൽ തരണേ റഹ്മാനെ. യാതൊരുവിധ മാനക്കേടിലും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ സുഹൃവലയങ്ങളിലുള്ളവരെയോ വസിയ്യത്ത് ചെയ്തവരെയോ അകപ്പെടുത്തരുതേ റഹ്മാനെ. അന്തസ്സോടെ ജീവിതകാലം അത്രയും മുസ്ലിമായി ജീവിക്കാനും അവസാനം ബോധപൂർവം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അന്ത്യശ്വാസം വലിക്കാനും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയ സമ്പത്തിന് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ നൽകിയ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല മാർഗത്തില്, നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തില് ധനം ചെലവാക്കാനുള്ള മാനസികാവസ്ഥ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുകയാണ്. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല, നിനക്കറിയാം റഹ്മാനെ. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാർദ്ധക്യ സഹജമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, പരിചയങ്ങളിലുണ്ട്. അല്ലാഹുവേ, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ശിഫ നൽകണേ റഹ്മാനെ. കടമുടക്കത്തിലാക്കരുതേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ വാർദ്ധക്യ സഹജമായ അസുഖത്തിൽ കിടത്തി കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കഷ്ടപ്പെടുത്തരുതേ അല്ലാ. ജീവിതകാലം അത്രയും നീ നൽകിയ എല്ലാവിധ കഴിവുകളും അവശേഷിപ്പിക്കണേ അല്ലാ. കാഴ്ചയുണ്ടാകണേ, കേൾവിയുണ്ടാകണേ, ഓർമ്മശക്തി ഉണ്ടാകണേ, ശരീരത്തിന് ആരോഗ്യമുണ്ടാകണേ. കടമുടക്കത്തിലാക്കരുതേ അല്ലാ. മറ്റു പലരെയും ആശ്രയിക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലതാ. അല്ലാഹുവേ, നിന്റെ പ്രത്യേക കാരുണ്യം ഞങ്ങൾക്കുണ്ടാകണേ അല്ലാ. നിന്റെ പ്രത്യേക പരിഗണന ഞങ്ങൾക്കുണ്ടാകണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകള് പല വിഷയങ്ങളിലും കഷ്ടപ്പെടുന്നു. സമൂഹത്തിൽ പല നല്ല ഉദ്ദേശങ്ങളിലൂടെ പല മേഖലകളിലേക്ക് തിരിയുന്നവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം. ഹലാലായ മാർഗത്തിലൂടെ വല്ലതും ലഭിച്ചിട്ട് വേണം നിന്റെ മാർഗത്തിൽ ജീവിക്കാൻ, ദുനിയാവിൽ സ്വൈര്യമായി ജീവിക്കാൻ. അതിനുള്ള എല്ലാവിധ കഴിവുകളും നിന്റെ ഭാഗത്ത് നിന്ന് നീ നൽകണേ റഹ്മാനെ. നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, നീ പ്രത്യേകമായി പരിഗണിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മക്കളുടെ കാര്യത്തില് പ്രയാസപ്പെടുത്തരുതേ റഹ്മാനെ. അവരെ നിന്റെ മേൽനോട്ടത്തിന് നീ തന്നെ വളർത്തണേ അല്ലാ. നീ ഞങ്ങളെ ഏൽപ്പിക്കരുതേ റഹ്മാനെ. ഉപയോഗിച്ചിട്ട് അടുത്തിരുന്നാൽ പോലും അറിയാത്ത ലഹരി വസ്തുക്കൾക്ക് സമൂഹം അടിമപ്പെടുമ്പോ ഞങ്ങളുടെ മക്കളുടെ പോക്ക് ഞങ്ങൾക്കറിയില്ല നാഥ. നീ തന്നെ കാക്കണേ അല്ലാ. നിനക്കറിയാം, നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ ഏൽപ്പിക്കരുതേ റഹ്മാനെ. നീ ഏറ്റെടുക്കണേ റഹ്മാനെ. നല്ല മക്കളാക്കി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. കണ്ണിന് കുളിർമയേകണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.